നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും ദൈവത്തിന്റെ വചനമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സർവശക്തനായ ദൈവം ജീവിതത്തിൽ അനുവദിച്ച വിലപ്പെട്ട സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നിങ്ങളോട് ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുവാൻ ദൈവം നൽകുന്ന ഈ അവസരങ്ങളെ പദവിയായി കണക്കാക്കുകയും ചെയ്യുക. നിങ്ങളോട് കൈമാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പക്കൽ ഏൽപ്പിച്ച ദൈവത്തിന്റെ ആലോചനയിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അതിനാധാരമായി ഫിലിപ്പി ലേഖനം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചു മരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളാണ് നാം ഇവിടെ വായിച്ച് കേൾക്കപ്പെട്ടത്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്. അതിനെ തികയ്ക്കുമെന്ന് മലയാളം ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ മറ്റു ചില ഭാഷാന്തരങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പൂർത്തീകരിക്കും എന്നുള്ളതാണ്. ഈ വാക്യഭാഗത്ത് നിന്ന് നിങ്ങളോട് പറയുവാൻ ദൈവം എന്നോട് പറഞ്ഞ ദൈവത്തിന്റെ ആലോചന എന്നുള്ളത്, നിങ്ങളുടെ നല്ല ആരംഭങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം ആ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രവൃത്തി എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നല്ല പ്രവൃത്തിയെ ആരംഭിച്ചുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രവൃത്തി എന്ന് പറയാതെ നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ, നല്ലതല്ലാത്ത പ്രവൃത്തിയും ഉള്ളത് കൊണ്ടാണ് നല്ല പ്രവൃത്തി എന്ന് പരിശുദ്ധാത്മാവ് ആ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നല്ലതല്ലാത്ത പ്രവൃത്തികൾക്ക് ആരംഭങ്ങളുണ്ട്. ഒരുപക്ഷെ ആരംഭിച്ച് കുറേ സമയങ്ങളിൽ അത് മുന്നോട്ട് പോയെന്ന് വന്നേക്കാം. എന്നാൽ നല്ലതല്ലാത്ത പ്രവൃത്തികളുടെ ആരംഭങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അതിനൊരു പൂർത്തീകരണം ഉണ്ടാകത്തില്ല. കാരണം ഒരിക്കലും ദൈവം അതിന് കൂട്ടു നിൽക്കത്തില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം, യേശുക്രിസ്തുവിന്റെ ദിവസത്തോളം അതിനെ തികയ്ക്കും, അല്ലെങ്കിൽ പൂർത്തീകരിക്കും എന്നുള്ളതാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ച ദൈവത്തിന്റെ വചനത്തിന്റെ ആലോചന നിങ്ങളുമായിട്ട് ഞാൻ പറയട്ടെ. നിങ്ങളിൽ ആരംഭിച്ച, അല്ലെങ്കിൽ നിങ്ങളാൽ ആരംഭിച്ച നല്ല പ്രവൃത്തികൾക്ക് ഒരു പൂർത്തീകരണം ഉണ്ടാകും. ഞാൻ എന്തുകൊണ്ടാണ് ഉറപ്പോടെ ഈ ഭാഗം ഇങ്ങനെ പറയുന്നു ചോദിച്ചാൽ, എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവിൻ. നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നതിൽ ഒരു പ്രത്യേകത ഇവിടെ പറയുകയാണ്. നമ്മുടെ കർത്താവ് പൂർത്തി വരുത്തുന്ന ദൈവമാണ്. ഞാൻ ആ ഭാഗങ്ങൾക്കകത്തുകൊണ്ട് എൻ്റെ കേൾവിക്കാരോട് പറയട്ടെ, നിങ്ങളാൽ ആരംഭിച്ച നല്ല പ്രവൃത്തികൾക്ക് ഒരു പൂർത്തീകരണം ഉണ്ടാകും. ആരംഭങ്ങൾക്കും പൂർത്തീകരണത്തിനും ഇടയിൽ ഒരു കാലഘട്ടമുണ്ട്. അത് ചിലപ്പോൾ പ്രയാസകരമായ കാലഘട്ടമാണ്. എന്താണ് ഞാൻ അത് പറയാനിടയായ കാരണമെന്ന് ചോദിച്ചാൽ, പിശാചിന് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം. ആരംഭങ്ങൾക്കും പൂർത്തീകരണങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടം. പിശാച് പലതും ചെയ്തിട്ടുണ്ട്. പല പ്രവൃത്തികളും അതിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. ആരംഭിച്ച പലർക്കും പൂർത്തീകരണം കാണാത്ത അവസ്ഥകളിൽ നിൽക്കുന്നവരുണ്ട്. ഞാൻ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ആത്മീക ഭൗതിക മേഖലയോട് ബന്ധപ്പെടുത്തി പറയട്ടെ, നിങ്ങളുടെ ഭൗമിക മേഖലകളിൽ നിങ്ങൾ ആരംഭിച്ച പല കാര്യങ്ങളുമുണ്ട്. നിങ്ങളുടെ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, പാതി വഴിയിൽ മുടങ്ങി നിൽക്കുകയായിരിക്കാം. സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ജോലി മേഖല, പലതിനും നിങ്ങൾ ആരംഭം കുറിച്ചു. എന്നാൽ പൂർത്തീകരണം കാണാതെ പാതി വഴിയിൽ എത്തി നിൽക്കുന്ന അവസ്ഥ, ഒരിക്കലും മുമ്പോട്ട് പോകാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന, ആശങ്കപ്പെട്ട് നിൽക്കുന്ന, പേടിച്ച് നിൽക്കുന്ന അവസ്ഥകൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകാം. ആത്മീയ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിങ്ങൾ ആരംഭം കുറിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, നിങ്ങൾ ആരംഭിച്ച ശുശ്രൂഷകൾ, നിങ്ങൾ ആരംഭിച്ച ദൈവത്തിന്റെ വേല, പലതും പൂർത്തീകരണം കാണാതെ പാതി വഴിയിൽ മുടങ്ങിയതുപോലെ നിൽക്കുകയായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി പറയുന്നു, നിങ്ങൾ കുറിച്ച ആരംഭങ്ങൾക്ക് ഒരു പൂർത്തീകരണം ഉണ്ടാകും. കാരണം നമ്മുടെ കർത്താവ് പൂർത്തീകരണങ്ങൾ നൽകുന്നൊരു ദൈവമാണ്. സ്തോത്രം. ആത്മീയ മേഖലയോട് ബന്ധപ്പെട്ടും ഭൗതിക മേഖലയോട് ബന്ധപ്പെട്ടും നിങ്ങളാൽ ആരംഭിച്ച നല്ല ആരംഭങ്ങൾക്ക്, നല്ല പ്രവർത്തികൾക്ക് സർവശക്തനായ ദൈവം ഈ ദിവസങ്ങളിൽ പൂർത്തീകരണം നൽകാൻ പോകുക. അതിനെന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും, ഏതെല്ലാം പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും, ഏതെല്ലാം ശത്രുവിൻ്റെ പോരാട്ടങ്ങളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നിങ്ങളോട് കൈമാറുന്നു. നിശ്ചയമായും നിങ്ങളുടെ ആരംഭങ്ങൾക്ക് ഒരു പൂർത്തീകരണം ഉണ്ടാകുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് വിശ്വസിക്കാം. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമുക്ക് ഉറയ്ക്കാം, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം, യേശുക്രിസ്തുവിൻ്റെ ദിവസത്തോളം അതിനെ തികയ്ക്കുക തന്നെ ചെയ്യും. കാരണം
താമെ പൂർത്തി വരുത്തുന്നവനായ ഒരു ദൈവമുണ്ട്. അവൻ നിശ്ചയമായും സഹായകനായി വെളിപ്പെടും. നിങ്ങളുടെ ആത്മീയ ഭൗതിക ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ തുടങ്ങി വെച്ച ആരംഭങ്ങൾക്കകത്ത് ഒരു പൂർത്തീകരണം വെളിപ്പെടും. ആകയാൽ നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം. പൂർത്തി വരുത്തുന്നവനായ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.